കൈകാൽ മുതൽ മുഖം വരെ രോമം. ചെന്നായ്ക്കളെ പോലെയാകുന്ന കുഞ്ഞുങ്ങൾ. വില്ലനാകുന്നത് രക്ഷിതാക്കൾ മുടികൊഴിച്ചിലിന് ഉപയോഗിക്കുന്ന മരുന്ന്. വ്യാപകമായി വെയർവോൾഫ് സിൻഡ്രം. സ്പെയിനിൽ കുട്ടികൾക്കിടയിൽ വെയർവോൾഫ് സിൻഡ്രം വ്യാപകമാകുന്നതായി റിപ്പോർട്ട്. ഇതിനോടകം തന്നെ 11ഓളം കുട്ടികളിൽ ഈ ശാരീരിക അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചെന്നായയെപ്പോലെ ശരീരത്തിൽ അമിത രോമവളർച്ച പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രോഗം. ഹൈപ്പർ ട്രൈക്കോസിസ് എന്നാണ് ഈ രോഗാവസ്ഥയുടെ പേര്. നവര ഫാർമക്കോ വിജിലൻസ് സെന്റർ ജേണലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ അവസ്ഥ കാണപ്പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുടികൊഴിച്ചിലിനുള്ള മരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുടികൊഴിച്ചിൽ തടയുന്നതിനായി രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന മിനോക്സിഡിലാണ് കുട്ടികളിൽ വെയർവോൾഫ് സിൻഡ്രത്തിന് കാരണമാകുന്നത്. രോഗാവസ്ഥ സ്ഥിരീകരിച്ച കുട്ടികളുടെ രക്ഷിതാക്കളിൽ നടത്തിയ പഠനത്തിലായിരുന്നു ഈ കണ്ടെത്തൽ. രക്ഷിതാക്കളിൽ നടത്തിയ പഠനത്തിൽ മുഴുവൻ പേരും മിനോക്സിഡിൽ അടങ്ങിയ എണ്ണ, ക്രീം, മരുന്ന് എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. ഈ മരുന്നിന്റെ പ്രവർത്തന ഫലമായി കുട്ടികളുടെ കൈകാലുകൾ, പുറം, മുഖം തുടങ്ങിയ എല്ലാ ഭാഗത്തും അമിതമായ രോമം വളരും. മുടി പോലെയായിരിക്കും ഇവയുടെ വളർച്ച. കുട്ടികളുടെ ഉള്ളിലേക്ക് വായ വഴിയും അല്ലാതെയും ഈ മരുന്ന് എത്തുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ലോകത്ത് ഇതാദ്യമായിട്ടല്ല വെയർവോൾഫ് സിൻഡ്രം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മലേഷ്യയിലും സമാന കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുലകുടിക്കുന്ന കുഞ്ഞിലായിരുന്നു പെട്ടെന്ന് ഈ രോഗാവസ്ഥ പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് നടത്തിയ പഠനത്തിൽ പ്രസവശേഷം കുഞ്ഞിന്റെ പിതാവ് മിനോക്സിഡിൽ ഉപയോഗിച്ചതായി വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു.